പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ വന്നു. അവിടുത്തെ മുഅ്ജിസത്തുകൾ പിന്നെ പറയാനില്ല. അവിടുത്തെ മുഅ്ജിസത്തുകൾ പറയാനില്ല. എന്തെല്ലാം മുഅ്ജിസത്താണ്! ഹിജ്റ പോകുന്ന സമയത്ത് നീണ്ട ചരിത്രം പറയുന്നില്ല. ഹിജ്റ പോകുന്ന സമയത്ത് 6 സൗർ എന്ന ഗുഹയിൽ ഒരൽപ്പം വിശ്രമത്തിന് വേണ്ടി കടന്നു. അപ്പോഴതാ ശത്രുക്കൾ വാളും ഊരിപ്പിടിച്ചുകൊണ്ട് വരുന്നു. ഇവിടെ മുഹമ്മദ് ഉണ്ടായിരിക്കാം എന്ന് കരുതി വരുന്നു. ആ ഗുഹയുടെ മേൽഭാഗത്ത് കൂടെ വലിയൊരു ഓട്ടയുണ്ട്. ആ ഓട്ടയിൽ കൂടെ താഴോട്ട് നോക്കിയാൽ തന്നെ കാണാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ നബിയേ, ശത്രുക്കളത വരുന്നു. ഈ ഗുഹക്ക് ഒറ്റ വഴിയല്ലേ ഉള്ളൂ. ആ വഴിയിലൂടെ അവരിങ്ങോട്ട് വന്ന് പ്രവേശിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഒന്ന് പുറകോട്ടൊന്ന് നോക്ക്, ഒന്ന് പിന്നിലേക്ക് നോക്കൂ. അല്ലാഹുവിൻ്റെ റസൂല് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, ഒന്ന് പിന്നിലേക്ക് നോക്കൂ അബൂബക്കറെ. എവിടെ? 6 സൗർ ആ ഗുഹന്റെ ഉള്ളിൽ നിന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ വലിയ സമുദ്രം. ആ സമുദ്രത്തിന്റെ ഉള്ളിൽ നല്ല ഒരു കപ്പൽ. അല്ലാഹുവിൻ്റെ ഹബീബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്നു, ഓ അബൂബക്കർ, അവരതിരെ വന്നാൽ നമുക്ക് ഇതിലെ കപ്പലിൽ കയറി അങ്ങ് പോകാം. നോക്കു നിങ്ങൾ മുഅ്ജിസത്ത്. കപ്പലിൽ കയറി നമുക്കങ്ങ് പോകാം. പക്ഷേ അവർ വന്നില്ല. വന്നു ഗുഹയുടെ മുൻഭാഗത്ത് എത്തിയപ്പോ വന്നുൽ ഹമാമ വന്നുൽ അൻകബൂത അലാ ഖൈരിൽ ബരിയത്തി ലം തൻസുജ് വലം തഹുബി. ഇമാം ബുസീരി തങ്ങൾ പറഞ്ഞു, ആ ഗുഹയുടെ മുന്നിൽ വന്ന് നോക്കുമ്പോൾ പ്രാവുകൾ, മേടപ്രാവുകൾ കുറു 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 ചൊല്ലിക്കൊണ്ട് നിറയെ അവിടെ ഉണ്ട്. മാത്രമല്ല അവിടെ 8 കാലി വല നിറഞ്ഞു കിടക്കുകയാണ്. ഇവർ കണ്ടപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആളില്ല, ഇങ്ങനെ 8 കാലി വല നിറഞ്ഞു കിടക്കുന്നു. ആളുണ്ടെങ്കിൽ ഇതുണ്ടാകൂലല്ലോ, പഴയ വല എന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോയി. അവരങ്ങ് വന്നാലും പ്രശ്നമില്ല. അവരങ്ങ് മടങ്ങിപ്പോയതിൻ്റെ ശേഷം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, ഇനി നമുക്ക് പോകാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവട്ടെ അവിടുത്തെ 2 കാലിൻ്റെ വിരല് 2 ഓട്ടക്ക് നേരെ ഇങ്ങനെ അടച്ചു വെച്ചിരുന്നു. എന്തിനാണ് അടച്ചു വെച്ചത്? അതിലുള്ള എല്ലാ ഓട്ടകളും അടച്ച് 2 എണ്ണം ബാക്കിയായപ്പോൾ പാമ്പുകളും തേളുകളും വരാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ ഹബീബിനെ കടിക്കാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ ഹബീബിനെ ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കാലുകൊണ്ട് അടച്ചിരുന്നു. ആ സമയത്താണ് പാമ്പ് കൊത്തിയത്, കാലിന് പാമ്പ് കടിച്ചത്. പാമ്പ് കടിച്ച് വിഷം കയറി ശരീരമാകെ വിഷമായെങ്കിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമിനീര് ഒരൽപ്പം കാലിൽ പുരട്ടിയപ്പോൾ വിഷം ഇറങ്ങിപ്പോയി. അങ്ങനെ ഇറങ്ങിയിട്ട് 2 പേരും അവിടുന്ന് മദീനയിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയം അതാ പാമ്പ്, വലിയ സർപ്പം അവിടുന്ന് ഇങ്ങോട്ട് കടന്നു വരുന്നു. യതകല്ലമു ബിൽലുഗത്തിൽ ഫസീഹ, നല്ല സ്ഫുടമായ അറബി ഭാഷയിൽ പാമ്പ് സംസാരിക്കുന്നു. എന്താണ് സംസാരിക്കുന്നത്?
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയേ, ഒരുപാട് കാലമായി ഞാൻ തങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഭാഗ്യം നൽകി. പക്ഷേ എന്നെ തങ്ങളെ കാണുന്നതിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് തടഞ്ഞു കളഞ്ഞു. കാല് വെച്ചിട്ട് എന്നെ തടഞ്ഞു. അബൂബക്കർ സിദ്ദീഖിനോട് പറയുന്നു, ഓ സിദ്ദീഖ് തങ്ങളെ, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനെ കാണാൻ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ കാലുകൊണ്ട് അടച്ച് എന്നെ തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ കാലിന് കൊത്തിയത്. നിങ്ങൾ മാപ്പ് തരണം. പാമ്പ് പറയുകയാണ്, വലിയ സർപ്പം പറയുകയാണ്, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം, ഞാൻ കാലിൽ കൊത്തിയതിന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത്, എത്ര വലിയ മുഅ്ജിസത്തുകൾ, ഇങ്ങനെ നൂറുകണക്കായ മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്തോടു കൂടിയാണ് അവിടെ നിന്ന് ജീവിച്ചത്. കളവ് പറഞ്ഞിട്ടില്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം വിശ്വസിക്കുന്നതിന് മുമ്പ് കൈസർ ചക്രവർത്തിയായ ഹിറക്കിൽ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അന്വേഷണം നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്. ആ അന്വേഷണത്തിൻ്റെ ഇടയിൽ ചോദിക്കുന്നത്, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി. എൻ്റെ ചെറുപ്പക്കാരെ, യുവാക്കളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി. ആരോട് ചോദിക്കുന്നു? ഇസ്ലാമിൻ്റെ കഠിന ശത്രുവായിരുന്ന സമയത്ത് അബൂ സുഫിയാനോട് ചോദിക്കുന്നു. മുഹമ്മദ് എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹത്തിൽ നിന്ന് കളവാണെന്ന് തോന്നാവുന്ന വല്ല വാക്കുകളും ഉണ്ടായിരുന്നുവോ? ഇങ്ങനെ കളവ് പറഞ്ഞിരുന്നോ എന്നല്ല ചോദിക്കുന്നത്. ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി, കളവാണെന്ന് സംശയിക്കാവുന്ന വല്ല വാക്കുകളും പറഞ്ഞിട്ടുണ്ടോ? ഇസ്ലാമിൻ്റെ ശത്രുവായിട്ട് പോലും അബൂ സുഫിയാൻ പറയുന്നില്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. നീണ്ട 40 കൊല്ലത്തിൻ്റെ ഇടയിൽ കളവ് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കളവാണെന്ന് സംശയിക്കാവുന്ന തോന്നാവുന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അതാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൽ അല്ലാഹു തആല പറയുന്നു. അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, വഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. മുശ്രിക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, വഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി, അല്ലയോ ജനങ്ങളെ, ഈ തൗഹീദ് ഞാൻ പറയുന്നതിൻ്റെ മുമ്പ് നീണ്ട 40 കൊല്ലം ഞാൻ നിങ്ങളിടയിൽ താമസിച്ചിട്ടുണ്ട്. ആ 40 കൊല്ലത്തിനിടയിൽ ഒരു ചെറിയ കളവ് പോലും പറയാത്ത ഞാൻ ഇപ്പോൾ കളവ് പറയുന്നതായി നിങ്ങൾ എങ്ങനെ കരുതുന്നു എന്ന് ചോദിക്കുന്നു. മാന്യ മുഅ്മിനീങ്ങളെ, അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് അവിടുന്ന് ചോദിച്ചത്. അപ്പോൾ അവിടുത്തെ പരിശുദ്ധമായ ജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജീവിതം, ഈ ജീവിതത്തിലുള്ള മുഅ്ജിസത്തുകൾ, റിസാലത്ത് ലഭിക്കുന്നതിന് മുമ്പുള്ള ഇർഹാസാത്ത് എന്ന് പറയുന്ന കറാമത്തുകൾ, ഇവകളാണ്
ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിക്കാനുള്ള കാരണം ആ കാര്യം തന്നെയാണ് ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഇസ്ലാമിനെ ഇവിടെ പ്രചരിപ്പിച്ചു. താബീകൾ പ്രചരിപ്പിച്ചു, അഇമ്മത്ത് മുജ്തഹിദുകൾ പ്രചരിപ്പിച്ചു, ഔലിയാക്കൾ, അഖ്താബുകൾ, അഗ്യാസുകൾ, അബ്ദാലുകൾ, നുജബാ തുടങ്ങിയ എല്ലാ ഔലിയാക്കളും അതേ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കറാമത്തുകളും അവരുടെ മഹത്വങ്ങളും കൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. ആ തുടർച്ചയിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ കാണുന്ന മജ്‌ലിസ് എന്ന് നിങ്ങൾ കരുതണം. സംശയം വേണ്ട സഹോദരങ്ങളെ. ഈ ആക്ഷേപിക്കുന്നവന് ഇതുപോലെ ഒരു സദസ്സ് നാളെ ഒന്ന് സംഘടിപ്പിച്ചിട്ട്, എന്നാൽ നാളെ ഈ ആക്ഷേപിക്കുന്നവൻ നിനക്കും പണം തട്ടാലോ, ഒന്ന് സംഘടിപ്പിക്കട്ടെ. അത് സാധിക്കൂല. സയ്യിദന്മാരോടും ആലിമീങ്ങളോടും സാലിഹീങ്ങളോടും കളിച്ച് അവരുടെ ആ മഹത്വത്തെ കളങ്കപ്പെടുത്തി ഇവിടെ ആർക്കും വിജയിക്കാൻ കഴിയില്ല. വളരെ ശക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഇത് മെസ്മരിസമല്ല, ജാലവിദ്യയല്ല, കങ്കട്ടല്ല, മറിച്ച് നേരക്ക് നേരെ ജനങ്ങൾക്ക് കാണാവുന്ന, കേൾക്കാവുന്ന, അറിയാവുന്ന വിഷയങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ, സമാധാനം എവിടെ, സമാധാനം എവിടെ എന്ന ചോദ്യത്തിന് മറുപടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന സ്ഥലത്ത്, അവിടുന്ന് പഠിപ്പിച്ച ഇൽമ് പഠിപ്പിക്കുന്ന സ്ഥലത്ത്, നബി തങ്ങളെ ബഹുമാനിക്കുന്ന സ്ഥലത്ത്, അവിടെ ആണ് സമാധാനം. അങ്ങനെയുള്ള ജനങ്ങൾ ഇവിടെ ഇല്ലെങ്കിലോ ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ടായിട്ടും കാര്യമില്ല, പോലീസും പട്ടാളവും ഉണ്ടായിട്ട് കാര്യമില്ല. പോലീസും പട്ടാളവും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, വേണം. പക്ഷേ അതുകൊണ്ട് മാത്രം ഇവിടെ സമാധാനം വരില്ല. സമാധാനം വേണം എങ്കിൽ ധാർമ്മിക ബോധം വേണം, ആത്മീയ ബോധം വേണം, ആത്മീയമായ പുരോഗതി വേണം. ഞാൻ അവസാനിപ്പിക്കട്ടെ, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ആത്മീയ വിദ്യാഭ്യാസം, ആത്മീയ നേതാവ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ എല്ലാവരും പറയാൻ തുടങ്ങിയപ്പോൾ, ആരാണ് ആത്മീയ നേതാവ്? എങ്ങനെയാണ് ആത്മീയ നേതാവാകുന്നത്? അത് നാം പഠിക്കണം. ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു സാധനമാണ്. യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു, ആത്മാവിനെ സംബന്ധിച്ച് തങ്ങളോട് ചോദിക്കൂ. ചോദിച്ചാൽ തങ്ങൾ പറയണം, എൻ്റെ റബ്ബിനോട് അടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് റൂഹ് എന്ന് പറയണം. മിൻ അംരി റബ്ബി, എൻ്റെ റബ്ബിനോട് മനുഷ്യന് അടുക്കാനും റബ്ബിനോട് ബന്ധപ്പെടാനും റബ്ബിന്റെ പൊരുത്തം സമ്പാദിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മാവ് എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. റബ്ബിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം റബ്ബിൻ്റെ കാര്യം തന്നെയല്ലേ.
പിന്നെ അംബി റബ്ബി എന്ന് റൂഹിനെ പറ്റി മാത്രം പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ റബ്ബിൻ്റെ കാര്യം തന്നെയല്ലേ? അള്ളാഹുവിൻ്റെ കാര്യമല്ലാത്തത് ഏതാണ് ഇവിടെയുള്ളത്? അപ്പൊ ആത്മാവിനെ പറ്റി പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യന്റെ ഈ കാണുന്ന ബോഡി, ജഡം, ഇത് മാത്രം പോരാ. ഈ ജഡത്തിന് ഭക്ഷണം കൊടുക്കാൻ സുബ്ഹാനല്ലാഹ് എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. നോമ്പ് തുറക്കുന്ന സമയത്ത് വിഭവസമൃദ്ധമായ തുപ്രകൾ, അത് നമ്മുടെ ശരീരത്തിന് കൊടുക്കാനുള്ള ചായയും കാപ്പിയും ഭക്ഷണവും ആണ്. കേന്ദ്ര ഭരണവും സ്റ്റേറ്റ് ഭരണവും വിദ്യുത് ശക്തി മന്ത്രിയെയും വാട്ടർ സപ്ലൈ മന്ത്രിയെയും ഭക്ഷ്യമന്ത്രിയെയും എല്ലാം നിയമിക്കുന്നത്, വ്യവസായ മന്ത്രിയെ നിയമിക്കുന്നത്, ആരോഗ്യമന്ത്രിയെ നിയമിക്കുന്നത്, അങ്ങനെ മന്ത്രിമാർ മുഴുവനും പ്രവർത്തിക്കുന്നത് നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. എങ്കിൽ ആ ശരീരത്തെക്കാൾ ഏറ്റവും വലിയതാണ് നമ്മുടെ ആത്മാവ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, നമ്മുടെ ആത്മാവ് അത് ഏറ്റവും വലിയ ഒരു മഹത്വമുള്ള സാധനമാണ്. ഈ ആത്മാവിന് ഭക്ഷണം വേണം, ഈ ആത്മാവിന് വെള്ളം വേണം, ആത്മാവിന് വെളിച്ചം വേണം, ആത്മാവിന് മരുന്ന് വേണം. ഈ ആത്മാവിൻ്റെ മരുന്നാണ് ഇപ്പോൾ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 1000 വട്ടം പറഞ്ഞത്. 1000 ഒരാൾ 1000 പറയുന്നു. അപ്പോൾ ഈ 10,000 ആള് 1000 പറഞ്ഞാൽ എത്രയായി സഹോദരങ്ങളെ? 10,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 1000 വട്ടം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച ആ മഹത്തായ കലിമത്തു തൗഹീദ് പറയുമ്പോൾ നമ്മുടെ ഖൽബിന്റെ രോഗം മാറുന്നു. അക്സിറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹത്താ യുഖാല ഇന്നക മജ്നൂൻ. ഇമാം ഗസാലി തൻ്റെ ഇഹ്യയിൽ എടുത്ത് ഉദ്ധരിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ വർദ്ധിപ്പിച്ച് ചില സമയത്ത് ആളുകൾ നിങ്ങളെപ്പറ്റി അവനൊരു ഭ്രാന്തനാണെന്ന് വരെ പറഞ്ഞേക്കാം. എന്ത് ഭ്രാന്തനാണ്? അവന് മറ്റ് ഭൗതികമായ ചിന്തയൊന്നുമില്ലാത്ത ആളായി മാറി. അങ്ങനെ ഭ്രാന്തനാണെന്ന് വരെ ജനങ്ങൾ പറഞ്ഞേക്കാം. അതുവരെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണമേ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹിജാബും ബൈനനാ വബൈന അഅദാഇനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ഹിജാബും ബൈനനാ വബൈന അഅദാഇനാ ശത്രുൻ ബൈനനാ വബൈന അഅദാഇനാ. ശത്രുക്കളുടെ ശർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഹിജാബാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഹിജാബാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിയാലോ ആ സ്വലാത്തിൻ്റെ മഹത്വം പറഞ്ഞവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. പലപ്പോഴും നിങ്ങൾ കേട്ടതാണ്, അള്ളാഹുവിൻ്റെ അടിമ അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹു തആല സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അവൻ്റെ കോടാനുകോടി മലക്കുകൾ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്, പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഒന്ന് അവിടുത്തെ മദ്ഹ് പറയുക,
റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയുക, ചരിത്രം പറയുക, റസൂലുള്ളാഹിൻ്റെ സ്വഭാവം എടുത്ത് പറയുക. എന്താണ് സ്വഭാവം? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, കൈഫക്കാന ഖുലുഖ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, കൈഫക്കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു ഉമ്മ? ആ തമിഴത്ത് പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. പരിശുദ്ധ ഖുർആൻ ഏതെല്ലാം സൽ സ്വഭാവങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും റസൂലുള്ളാഹിക്ക് ഉണ്ട്. ഒരു അർത്ഥം. മറ്റൊരു അർത്ഥം, പരിശുദ്ധ ഖുർആൻ എന്തെല്ലാം നല്ലത് പഠിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും നബി തങ്ങളിൽ ഉണ്ട്. മറ്റൊരർത്ഥം അള്ളാഹുവിൻ്റെ ഹബീബിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരണം നൽകിയിട്ടുണ്ട്. അങ്ങനെ വലിയ അർത്ഥമുള്ളൊരു വാക്ക് കാന ഖുലുഖുഹു വൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു. അതേ ആയിഷ ബീവി അതാ ചോദിക്കുന്നു, ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയായാൽ ഞങ്ങൾ എന്താണ് പറയേണ്ടത് നബിയേ? പറയുക, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പറയൂ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ ചെല്ല്, തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو لا رجلكو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ യാ അല്ലാഹ്. എന്താണ് പറഞ്ഞത്? ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി വന്നാൽ നീ അധികമായി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയണം. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹ് ഇന്നക അഫുവ്വുൻ, സാധുവായ പാപിയായ എൻ്റെ ദോഷം മാപ്പ് ചെയ്യുന്നവനാണ്, നിന്റെ അടിമകളിൽ നിന്നുള്ള പാപങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നവനാണ്, നീ മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, പാപങ്ങളുടെ ദോഷം പുറത്തു കൊടുക്കാൻ പ്രിയം വെക്കുന്നവനാണ്, മാപ്പ് ചെയ്യുന്നതിന് ഇഷ്ടം വെക്കുന്നവനാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് ചെയ്യണേ അല്ലാഹ്. ഓ ചെറുപ്പക്കാരെ, യുവാക്കളെ, സഹോദരങ്ങളെ, നമ്മളെല്ലാം എത്രയെത്ര കുറ്റങ്ങളായിരിക്കും ചെയ്യുന്നത്, എത്രയെത്ര കുറ്റങ്ങളാണ് അറിയാതെയും അറിഞ്ഞും ചെയ്തു പോകുന്നത്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയുള്ള കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവരും ശ്രമിക്കണം. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നു, അലം യഅ്നി ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾക്ക് സമയമായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിൻ്റെ ദിക്റിനെ ഓർത്തതിന് വേണ്ടി അവൻ്റെ ഹൃദയം ഭയപ്പെടാൻ സമയമായില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ സമയമായില്ലേ? എന്താണ് നീ അള്ളാഹുവിലേക്ക് മടങ്ങാത്തത്, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാത്തതെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ ശക്തിമത്തായ താക്കീതിലൂടെ നമ്മളോട് ചോദിക്കുന്നു. അതുകൊണ്ട് സ്വലാത്ത് നഗറിൽ വന്ന് ആഹ്ലാദിച്ച് പോകാനല്ല, മറിച്ച് സ്വലാത്തിനെ ഇന്നു മുതൽ മരണം വരെ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.